അങ്ങനെയാണ്. ഈസാ നബി അലൈഹിസ്സലാം പറയുന്ന വചനം ഖുർആനിൽ കാണാൻ കഴിയും. സൂറത്ത് മറിയമിൽ വൗസാനി ബിസ്സലാത്തി വസ്സകാത്തി മാ ദുംതു ഹയ്യ, ഞാൻ ജീവിച്ചിരിക്കുന്ന കാലത്തോളം സകാത്തും നിസ്കാരവും നിലനിർത്തണമെന്ന് അള്ളാഹു എന്നോട് വസിയത്ത് ചെയ്തിരിക്കുന്നു. അപ്പോൾ നോമ്പ് കാലത്ത് മാത്രമല്ല, നോമ്പ് കഴിഞ്ഞാലും സൽക്കർമ്മം മരണം വരെ തുടരണം. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അള്ളാഹുവിൻ്റെ ആഹ്വാനം വഅ്ബുദ് റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ, മരണമാസന്നമാകുന്നവരെ അങ്ങ് ഇബാദത്തിൽ നിലകൊള്ളണം എന്നാണ്. അതുകൊണ്ട് ഇബാദത്ത് അനുസരണ റമളാനിൽ മാത്രമാവരുത്. മഹാനായ ബിശ്റുൽ ഹാഫിയോട് റഹ്മത്തുള്ളാഹി അലൈഹി ആളുകൾ പറഞ്ഞു, ശുദ്ധ റമളാനിൽ ഇബാദത്ത് ചെയ്യുന്ന, വളരെ കഠിനാധ്വാനം ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട് നമ്മുടെ നാട്ടിൽ എന്ന് ബിശ്റുൽ ഹാഫിയോട് പറഞ്ഞപ്പോൾ ആ മഹാൻ്റെ മറുപടി വന്നത് ബിഅ്സൽ ഖൗമു ഖൗമുൻ ലാ യഅരിഫൂന ലില്ലാഹി ഹഖ്ഖൻ ഇല്ലാ ഫി റമളാൻ, വിശുദ്ധ റമളാനിൽ മാത്രമേ അള്ളാഹുവിനെ അനുസരിക്കേണ്ടതുള്ളൂ എന്ന് ചിന്തിക്കുന്ന ഒരു സമൂഹം എത്ര മോശപ്പെട്ടവരാണ്. നമ്മൾ ആലോചിച്ച് നോക്കുക, എത്ര അത്ഭുതകരമായ മറുപടിയാണത്. എന്നിട്ട് മഹാൻ പറഞ്ഞു, ഇന്ന സ്വാലിഹല്ലദീ യതഅബ്ബദു വയജ്തഹിദു സനത കുല്ലഹ, വർഷം മുഴുവനും അധ്വാനിക്കുന്ന ഇബാദത്ത് ചെയ്യുന്ന ആളാണ് സ്വാലിഹായ മനുഷ്യൻ. ഇമാം ബിശ്റുൽ ഹാഫിയുടെ മറുപടിയാണ്. സുബ്ഹാനല്ലാഹ്. ഇമാം ഷിബ്ലി തങ്ങളോട് റജബാണോ ഷഅബാനാണോ റമളാനാണോ ഏതിനാണ് ശ്രേഷ്ഠത കൂടുതൽ എന്നൊരു ചോദ്യം ചോദിക്കപ്പെട്ടിരുന്നു. അയ്യുഹുമ അഫ്ളലു റജബുൻ ഔ ഷഅബാനു ഔ റമളാൻ. അതിന് മഹാൻ കൊടുത്ത മറുപടി കുൻ റബ്ബാനിയൻ വലാ തകുൻ റമളാനിയ, നിങ്ങൾ റബ്ബാനികളാകണം, അള്ളാഹുവിൻ്റെ ദാസന്മാരാവണം, റമളാനിൻ്റെ ദാസന്മാരാവരുത് എന്നാണ്. അതുകൊണ്ട് വിശുദ്ധ റമളാനിൽ നമ്മുടെ ഒരുപക്ഷെ പല ജീവിതത്തിൽ നമുക്ക് മാറ്റിവെക്കാൻ കഴിയാത്ത പല ദുശ്ശീലങ്ങളും റമളാനിൽ മാറ്റിവെക്കാൻ കഴിഞ്ഞത് ഇനി പുനരാരംഭിക്കരുത് എന്നാണ് ആദ്യമായി ഉണർത്താനുള്ളത്. രണ്ടാമത്തേത്, അള്ളാഹു നമ്മുടെ കർമ്മങ്ങൾ സ്വീകരിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ പേടിക്കണം. ശുദ്ധ റമളാൻ കഴിഞ്ഞു, തറാവീഹ് നിസ്കാരവും ഖിയാമുൽ ലൈലും സുന്നത്തുകളും ഒക്കെ കഴിഞ്ഞു. പക്ഷേ ഇത് സ്വീകരിക്കുന്നത് അള്ളാഹുവാണ്. അള്ളാഹു സ്വീകരിച്ചിട്ടുണ്ടോ എന്ന് നമുക്ക് എങ്ങനെ അറിയാൻ കഴിയും? അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഇബാദത്തുകൾക്ക് വേണ്ട നിബന്ധനകൾ വെച്ചിട്ടുണ്ട്. ആ നിബന്ധനകൾ നമ്മൾ പാലിച്ചില്ലെങ്കിൽ എങ്ങനെ അള്ളാഹു സ്വീകരിക്കും? ഫമൻ വജദ ഖൈറൻ ഫൽയഹ്മദില്ലാഹ് വമൻ വജദ ഗൈറ ദാലിക ഫലാ യലൂമന്ന ഇല്ലാ നഫ്സഹ്. നമ്മൾ അള്ളാഹുവിൻ്റെ മുമ്പിലേക്ക് ചെല്ലുമ്പോൾ നമ്മുടെ കർമ്മങ്ങളുടെ രേഖയിൽ നന്മ കാണുകയാണെങ്കിൽ അള്ളാഹുവിനെ സ്തുതിക്കുക, അതല്ലെങ്കിൽ നമ്മൾ നമ്മളെ ആക്ഷേപിച്ചാൽ മതി എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇമാമുന അലി റളിയല്ലാഹു തആല അൻഹു പറയുമായിരുന്നു, കൂനു ലിഖബൂലിൽ അമലി അശദ്ദ ഇഹ്തിമാമൻ മിനൽ അമൽ, നിങ്ങൾ ചെയ്യുന്ന കർമ്മം അത് എങ്ങനെ എന്താവണം എന്ന് കണിശമായി നിങ്ങൾ ചിന്തിക്കുന്നതിനേക്കാളേറെ ആ അമൽ അള്ളാഹു സ്വീകരിക്കുമോ എന്നല്ലേ നിങ്ങൾ ചിന്തിക്കേണ്ടത്. അലം തസ്മഉ, നിങ്ങൾ കേൾക്കുന്നില്ലേ അള്ളാഹു പറയുന്നത്, ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ, അള്ളാഹു മുത്തഖീങ്ങളിൽ നിന്ന് മാത്രമേ സ്വീകരിക്കുകയുള്ളൂ. അപ്പോൾ അള്ളാഹു നമ്മുടെ കർമ്മങ്ങൾ സ്വീകരിച്ചോ ഇല്ലേ എന്ന് അള്ളാഹു മറച്ചു വച്ചതിൽ ഒരു രഹസ്യമുണ്ട്. ആരും ദുരഭിമാനം നടിക്കാതിരിക്കാനാണ്. ഞാൻ ഇത്ര ചെയ്തു അത്ര ചെയ്തു എന്ന് പറഞ്ഞ് മേന്മ നടിക്കുമ്പോഴും സ്വീകരിക്കപ്പെട്ടിട്ടുണ്ടോ ഇല്ലേ എന്ന് അള്ളാഹുവിൻ്റെ മുമ്പിലെത്തുമ്പോൾ മാത്രമേ അറിയൂ. അതുകൊണ്ട് നമ്മൾ വിനയാന്വിതരായിരിക്കണം. ആദ്യമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിലൂടെ തങ്ങൾ കാണിച്ചു തന്ന മാതൃക അതാണ്. വലാ തംനുൻ തസ്തക്സിർ, നമ്മൾ മേന്മ നടിക്കരുത്. ഞാൻ ഒരുപാട് ചെയ്തിട്ടുണ്ട് റമളാനിൽ, അത്ര ഖത്തം തീർത്തു, ഞാൻ ഇത്ര ഓതി, ഇത്ര കാര്യങ്ങൾ ചെയ്തു എന്ന് പറഞ്ഞ് അഭിമാനം നടിക്കല്ലേ. കാരണം അള്ളാഹു സ്വീകരിച്ചിട്ടുണ്ടോ എന്നത് അള്ളാഹുവിന് മാത്രമേ അറിയുള്ളൂ. അമല് സ്വീകരിക്കാൻ 20-ഓളം അലാമത്തുകൾ മഹാന്മാർ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു അമല് സ്വീകരിക്കാൻ കാരണമാകുന്ന 10-20-ഓളം അടയാളങ്ങളുണ്ട്. അതെല്ലാം നമുക്കിപ്പോൾ വിശദീകരിക്കാൻ സമയം പരിമിതമാണ്. പക്ഷേ അതിൽ ഒന്ന്,
അള്ളാഹുവിന് വേണ്ടി അമല് ചെയ്യുക എന്നതാണ്. ഇഖ്ലാസുൽ അമലി ലില്ലാഹി തആല. അള്ളാഹുവിന് വേണ്ടി മാത്രമായി നമുക്ക് കർമ്മങ്ങൾ ചെയ്യാൻ കഴിയണം. വേറൊന്നും ആരുടെയും ഒരു 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 അഭിനന്ദനമോ ആരുടെയെങ്കിലും ഒരു ആശീർവാദമോ ഒന്നും പ്രതീക്ഷിക്കാതെ അള്ളാഹുവിന് വേണ്ടി മാത്രമായി കർമ്മങ്ങൾ ചെയ്യാൻ കഴിയണം. യാ ഇബാദി ലൈസ ലക ഇൻദി ജസാഉൻ വലാകിൻ ജസാഉക ഇൻദ ഫുലാൻ എന്ന് അള്ളാഹു ചില ആളുകളോട് അന്ത്യനാളിൽ പറയുമെന്നാണ്. എൻ്റെ ദാസരെ, നിനക്കിവിടെ കൂലിയൊന്നും തരാനില്ല, നിൻ്റെ കൂലി ഇന്നാലിൻ്റെ ആളിൻ്റെ അടുത്ത് പോയി വാങ്ങിച്ചോ, കാരണം നിങ്ങൾ അയാൾക്ക് വേണ്ടിയല്ലേ ജോലി ചെയ്തത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മൾ ഉണർത്തുന്നൊരു വിഷയം ഹദീസിലൂടെ നമുക്ക് പഠിക്കാൻ കഴിയും. ഇന്ന അഖ്വഫ മാ അഖാഫു അലൈക്കും അശ്ശിർക്കുൽ അസ്ഗർ. ഞാൻ നിങ്ങളെക്കുറിച്ച് ഏറ്റവും കൂടുതൽ പേടിക്കുന്നത് ചെറിയ ഷിർക്കാണ്. അപ്പോൾ അവർ പറഞ്ഞു, നബി എന്താണ് ഈ ചെറിയ ഷിർക്ക്? പറഞ്ഞു, റിയാ. റിയാ എന്ന് പറഞ്ഞാൽ ഷോ ഓഫ്, മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി നിങ്ങൾ ചെയ്യുന്നത്. സുബ്ഹാനല്ലാഹ്. ഇങ്ങനെ ചെയ്യുന്ന ആളുകളോട് നാളെ പരലോകത്ത് അല്ലാഹു പറയും, ഇദ്ഹബു ഇലല്ലദീന കുൻതും തുറാഊൻ ഫത്ലുബു ദാലിക ഇൻദഹും. നിങ്ങൾ ആര് കാണാനാണോ ഇതൊക്കെ ചെയ്തു കൂട്ടിയത് അവരുടെ അടുത്ത് പോയിക്കോളൂ, അവർ തരും നിങ്ങൾക്ക് കൂലി എന്ന് അല്ലാഹു പറയുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അബൂ ഉമാമത്തുൽ ബാഹിലി റളിയല്ലാഹു അൻഹു മുത്തുനബിയോട് ചോദിച്ചിരുന്നു, നബിയെ, അള്ളാഹുവിൻ്റെ കൂലി പ്രതീക്ഷിച്ചുകൊണ്ടും അതോടൊപ്പം അദ്ദേഹത്തെ സംബന്ധിച്ച് ആളുകൾ അയാളുടെ ധീരതയെ സംബന്ധിച്ച് പറയപ്പെടണം എന്നും ആഗ്രഹിച്ച്, രണ്ടും ഉദ്ദേശിച്ച് അള്ളാഹുവിന് വേണ്ടി യുദ്ധം ചെയ്യുന്ന ഒരാളിൻ്റെ അവസ്ഥ എന്താണ്? അയാൾ യുദ്ധം ചെയ്യുന്നത് അള്ളാഹുവിൻ്റെ അടുത്ത് കൂലി കിട്ടണമെന്നാണ്, അതോടൊപ്പം ധീരനായ യോദ്ധാവാണ് എന്ന് ആളുകൾ പറയണം എന്നുകൂടെ, രണ്ടും കൂടെ ലക്ഷ്യമുണ്ട്. ലാ ഷൈഅ ലഹ്, ലാ ഷൈഅ ലഹു, ലാ ഷൈഅ ലഹ്. അള്ളാഹു ഒന്നും അവർക്ക് കൊടുക്കില്ല, അയാൾക്കൊന്നും കിട്ടാനില്ല അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് എന്ന് 3 തവണ പറഞ്ഞുകൊണ്ട് തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹ ലാ യഖ്ബലു മിനൽ അമൽ ഇല്ലാ മാ കാന ലഹു ഖാലിസൻ വബ്തുഗിയ ബിഹി വജ്ഹുഹു. അള്ളാഹുവിന് വേണ്ടി മാത്രം ചെയ്തതേ അള്ളാഹു സ്വീകരിക്കുകയുള്ളൂ എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ ഗൗരവത്തിലാണ് ആ വിഷയം നമ്മൾ പഠിപ്പിക്കുന്നത്. ഇഖ്ലാസോടുകൂടി അമൽ ചെയ്താൽ അള്ളാഹു അത് സ്വീകരിക്കും. രണ്ടാമത്തേത്, നമ്മൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ നിലനിർത്തിക്കൊണ്ടുപോവുക. ഒരു സൽക്കർമ്മം കഴിഞ്ഞാൽ ആ സൽക്കർമ്മത്തിന് ശേഷം മറ്റൊരു സൽക്കർമ്മം ചെയ്യുക, തെറ്റുകളിലേക്ക് തിരിച്ചു പോവാതിരിക്കുക. അത് അള്ളാഹു അമൽ സ്വീകരിക്കാൻ അനിവാര്യമാണ്. മൻ സ്വാമ റമളാൻ, മഹാനായ യഹ്യ ഇബ്നു മുആദ് റഹ്മത്തുള്ളാഹി അലൈഹി പറയുമായിരുന്നു, റമളാൻ നോമ്പെടുക്കുന്ന ആളുകൾ വഖൽബുഹു അലൽ മഅസിയതി മഅഖൂദ്, ഹൃദയം തിന്മയിൽ കെട്ടപ്പെട്ടിരിക്കുകയാണ്. നോമ്പുകാരനാണ്, പക്ഷേ തിന്മ ഒഴിവാക്കാൻ പറ്റുന്നില്ല. നോമ്പുകാരനാണ്, പക്ഷേ കണ്ണുകളെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. വഅസ്മുഹു അൻ യർജിഅ ഇല ദംബി വയഊദ്, തെറ്റിലേക്ക് തിരിച്ചു പോകണം എന്ന് മനസ്സുകൊണ്ട് പറയുന്നുണ്ട്. അങ്ങനെ നോമ്പ് നോൽക്കുന്ന ആളുകൾ ഫസൗമുഹു അലൈഹി മർദൂദ്. ചിലർ പറയില്ലേ, റമളാൻ കഴിഞ്ഞിട്ടാവാം, ഇപ്പോൾ വേണ്ട. അങ്ങനത്തെ ആളുകളുടെ നോമ്പ് അള്ളാഹു തള്ളിക്കളയും. വബാബുൽ ഖബൂലി ഫീ വജ്ഹിഹി മസ്ദൂദ്, അള്ളാഹുവിൻ്റെ കർമ്മങ്ങൾ സ്വീകരിക്കുകയില്ല എന്ന് മഹാനായ യഹ്യ ഇബ്നു മുആദ് റഹ്മത്തുള്ളാഹി അലൈഹി. സുബ്ഹാനല്ലാഹ്. ചിലർ തൗബ ചെയ്യുന്ന സമയത്ത് മനസ്സിൻ്റെ ഉള്ളിൽ പറയും, ഞാൻ തെറ്റിലേക്ക് തിരിച്ചു പോയേക്കും, ഞാൻ തൗബ ചെയ്യണം, എന്നാലും ചിലപ്പോൾ ഒരു പക്ഷേ ഞാൻ തെറ്റിലേക്ക് പോയേക്കും. അങ്ങനെ മനസ്സിലൊരിക്കലും പറയല്ലേ. ഇൻഷാ അല്ലാഹ് ഒരിക്കലും ഞാൻ പോകില്ല എന്ന് തന്നെ പറയും. ഒരിക്കലും ഞാൻ പോവില്ല. അങ്ങനെ പറയുമ്പോഴേ അള്ളാഹു നമ്മുടെ കർമ്മങ്ങൾ സ്വീകരിക്കുകയുള്ളൂ. അതുമാത്രമല്ല, ഒരു നന്മ റമളാൻ കഴിഞ്ഞ തൊട്ടടുത്ത നന്മ ആരംഭിക്കണം. റമളാനിൽ നോമ്പ് നോറ്റ് ആളുകൾ ചെറിയ പെരുന്നാളിൻ്റെ ദിവസം പെരുന്നാൾ ആഘോഷിക്കുന്നു. ആ പെരുന്നാളിൻ്റെ ഒരു ദിവസം കഴിഞ്ഞാൽ പിന്നെ ശവ്വാലിൻ്റെ 6 സുന്നത്ത് നോമ്പുകളുണ്ട്. ആ സുന്നത്ത് നോമ്പിലേക്ക് പ്രവേശിക്കണം. ഹസനുൽ ബസ്രി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഇന്ന മിൻ ജസാഇൽ ഹസന അൽ ഹസനതു ബഅദഹ. ഒരു നന്മയുടെ പ്രതിഫലം ആ നന്മയ്ക്ക് ശേഷം മറ്റൊരു നന്മ ചെയ്യലാണ്. മിൻ ഉഖൂബത്തി സയ്യിഅ അസ്സയ്യിഅതു ബഅദഹ.
ഒരു തെറ്റിന് അള്ളാഹു നൽകുന്ന ശിക്ഷ അതിനുശേഷം മറ്റൊരു തെറ്റ് ചെയ്യലാണ്. സുബ്ഹാനല്ലാഹ്. അപ്പോൾ അള്ളാഹു നമ്മുടെ നോമ്പ് സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ നോമ്പിന് ശേഷം മറ്റൊരു നന്മ ചെയ്യാൻ അള്ളാഹു അവസരം നൽകും. തിന്മയിലേക്ക് പോവാതെ അള്ളാഹു നമ്മെ സംരക്ഷിക്കും. യബ്ന ആദം ഇല്ലം തകുൻ ഫി സിയാദ ഫഅൻത ഫി നുഖ്സാൻ. ആദമിൻ്റെ സന്തതിയെ, നിന്റെ കർമ്മങ്ങളിൽ, സൽക്കർമ്മങ്ങളിൽ വർധനവില്ലെങ്കിൽ നിനക്കത് കുറവാണ്, നിന്റെ സൽക്കർമ്മം പിന്നെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നാണ് നീ മനസ്സിലാക്കേണ്ടത് എന്ന് മഹാനായ അൽ ഹസനുൽ ബസ്രി റളിയല്ലാഹു തആല അൻഹു. അല്ലാഹു സുബ്ഹാനഹു വ തആല നോമ്പ് നോൽക്കാൻ പറഞ്ഞിട്ട് അള്ളാഹുവിന് നന്ദി ചെയ്യാനാണ് പറഞ്ഞത്. വലിതുക്മിലുൽ ഇദ്ദത വലിതുകബ്ബിറുല്ലാഹ അലാ മാ ഹദാകും വലഅല്ലകും തഷ്കുറൂൻ. നിങ്ങൾ അള്ളാഹുവിന് നന്ദി ചെയ്യണം. പണ്ഡിതന്മാർ പറയാ, ഉലമാ പറയാ, ശുക്റു ത്വാഅത്തി ത്വാഅത്തു മിസ്ലുഹാ. ഒരു നന്മ കഴിഞ്ഞാൽ ആ നന്മയെ പോലെയുള്ള നന്മ നമ്മൾ അതിന് ശേഷം ചെയ്യലാണ് ഒരു നന്മയ്ക്ക്, ഒരു അനുസരണത്തിന് അള്ളാഹുവിനോട് നമ്മൾ ചെയ്യുന്ന ശുക്ർ എന്ന് പറഞ്ഞാൽ.